ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ബ്രേക്കായിപ്പോയി. ഞാനത് പുതിയ വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ ഷീ സെഡ് ദാറ്റ് the aim of the organization or group is trying to make a difference. ആൻഡ് ആ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. ആ ഒരു വാട്ട്സ് ദ എയിം ഓഫ് ദ ഗ്രൂപ്പ്, അല്ലെങ്കിൽ വാട്ട്സ് ദ എയിം ഓഫ് സാവൺ സുസുക്കി അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഉത്തരം, എന്താണ് ട്രൈങ് ടു മേക്ക് എ ഡിഫറൻസ് എന്താണ് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. Then she said that the people included in that group, the name of the persons, the name of the person, ആ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്ത ആൾക്കാരുടെ പേരുകളാണ് ഇനി പറയുന്നത്. വെനേസ സറ്റി, മോർഗൻ ഗിസ്ലർ, മൈക്കൽ ക്യൂഗ് ആൻഡ് മീ. അവിടെ കൊടുത്തില്ലേ, പേരുകൾ കണ്ടില്ലേ? വെനേസ സറ്റി, മോർഗൻ ഗിസ്ലർ, മൈക്കൽ ക്യൂഗ് ആൻഡ് മീ. ഞാൻ ഉൾപ്പെടെ 4 പേരായിരുന്നു ആ ഒരു ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ പിന്നെ പറയാണ്, അതുവരെ മനസ്സിലായെന്ന് കരുതുന്നു. Then she said that we realized all the money ourselves to come 6,000 miles to tell you adults you must change your ways. എന്താണ് we raised all the money ourselves to come 6,000 miles to tell you adults you must change your ways. പിന്നെ നമുക്കുള്ളൊരു അഡ്വൈസ് ആയിട്ടാണ് അടുത്തൊരു ഭാഗം, ഒരു പാരഗ്രാഫ് അല്ല ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് പറയുന്നത്. വി റേസ്ഡ് ഓൾ ദ മണി, ഞങ്ങൾ എന്താണ് ഒരുപാട് മണീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. വി കളക്റ്റഡ് ഓൾ മണി അവർ സെൽഫ്സ്, എന്താണ് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കുറേ മണി കളക്ട് ചെയ്തിട്ടുണ്ട്, പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്. 6,000 miles to tell you adults you must change your ways. അത്രത്തോളം ഞങ്ങൾ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങൾ ഇത്രയും മണി കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യു ക്യാൻ ഡു ദാറ്റ്, നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. യു ക്യാൻ അച്ചീവ് യുവർ ഗോൾ, അതൊക്കെയാണ് അതിലെ ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത്. യു ക്യാൻ അച്ചീവ് യുവർ ഗോൾ, യു ഡ്രീം, യു ക്യാൻ ഗോ, യു ക്യാൻ റേസ്, അല്ലെങ്കിൽ യു ക്യാൻ ഗോ, എന്താണ് ഒരിക്കലും എന്താണ് തോറ്റു പോകരുത്. യു ക്യാൻ നോട്ട് ഡിഫീറ്റ്, ഓൾവേസ് ഗോ സക്സസ്. അങ്ങനെ രീതിയിലുള്ളൊരു എന്താണ് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജാണ് പിന്നീട് നമുക്ക് ആ ഒരു സ്പീച്ചിൻ്റെ ഭാഗം കാണുന്നത്. സോ അതുവരെയാണത്. സോ ആ ഒരു ഫസ്റ്റ് 2 പാരഗ്രാഫ് എന്താണ് ഇപ്പോൾ നമുക്ക് ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ, ടു പാരഗ്രാഫ് ടോക്കിംഗ് അബൌട്ട്, ഫസ്റ്റ് പാരഗ്രാഫ് ടോക്കിംഗ് അബൌട്ട് herself and then she introduced herself and she was speaking for ECU, the Environmental Children Organization. Then she talking about what's the members in that group, or what the members in that group, and they are between age 13 and 12 and 13. And the name of that persons, the first one is Vanessa Sati, Morgan Gisler, Michael Kiwi and also സാവൺ സുസുക്കി. അതാണ് മീ എന്ന് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് ആണെങ്കിൽ, കമ്മിങ് ഹിയർ ടുഡേ ഐ ഹാവ് നോ ഹിഡൻ അജണ്ട. I am fighting for my future. Losing my future is not like losing an election or a few points in the stock market. I am here to speak for all generation to come. I am here to speak on behalf of the starving children around the world whose cries go unheard. I am here. Sorry, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു പോയതാണ്, സോറി കേട്ടോ. So coming here today I have no hidden agenda. I am fighting for my future. So she said that. She talked about in the speech, coming here today I think that today I am here. I have no hidden agenda. എനിക്ക് യാതൊരു കഥ എന്താണ് ഹിഡൻ മീൻസ് എന്താണ് ഒളിച്ചു വെക്കാനുള്ള അല്ലേ. I have not a hidden agenda. എനിക്ക് ഒരു തരത്തിലുള്ള ഒരു ഹിഡൻ അജണ്ട. I have not a hidden agenda. I openly talk about you. എനിക്ക് എന്താണ് വളരെ ഓപ്പൺ ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. So I coming here today. I am fighting for my future. Then she talk about the inspiring words, or she was fighting in future. She was fighting her future. അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യാണ്. ഷി വാസ് വെരി മച്ച് ഡെഡിക്കേറ്റീവ് പേഴ്സൺ, വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ, വെരി ഇൻ്റലിജൻറ്റ് പേഴ്സൺ. എന്താണ് ആ സമയത്തൊക്കെ അവർ നമുക്കൊരു ഇൻസ്പയറിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഫ്യൂച്ചറിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക മീൻസ് എന്താണ് ഷീ അച്ചീവ്ഡ് ഹെർ ഗോൾസ്. അവരുടെ ഗോൾസ് എന്താണ് എപ്പോഴും അച്ചീവ്ഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഫൈറ്റിംഗ് ഹെർ ഫ്യൂച്ചർ. And losing my future is not losing an election or a few points in the stock market.
And she said that some person have so many losing moments, so many losing in election, or എന്താണ് നമ്മുടെ ഇപ്പം പരാജയപ്പെട്ടു, ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലേ, പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ വി ക്യാൻ സീ ദാറ്റ് എന്താണ് സക്സസ് ആൻഡ് ഫെയിലിയറും സക്സസ് ഒക്കെ എന്താണ് നമ്മൾ സീൻ ചെയ്യുന്നുണ്ട്. പലരും എന്താണ് തോറ്റിട്ടുണ്ട്, LDF ജയിച്ചു, UDF ജയിച്ചു. അവിടെ എന്താണ് ആ ഒരു ഇലക്ഷനിലൊരു പരാജയം, അല്ലെങ്കിൽ എന്താണ് ദർ വാസ് നോട്ട് വി ക്യാൻ സീ ഇലക്ഷൻസ് അജണ്ട. ആ ഒരു ഇലക്ഷൻ്റെ ഒരു അജണ്ടയല്ല ഇവിടെ ഉള്ളത്. അല്ലെ എന്താണ് losing my future is not like losing an election or a few points in the stock market. നമ്മുടെ ഭാവി എന്നുള്ളത് എന്താണ്, നമ്മൾ മാത്രമാണ് അവിടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു ഇലക്ഷനിൽ നമ്മളല്ല അവിടെ ജയപരാജയം, അത് ജനങ്ങൾക്കാണ് അവിടെ വിട്ടുകൊടുക്കുന്നത് അല്ലേ. എന്താണ് പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു സക്സസ് ആൻഡ് ഫെയിൽ ഇൻ എ പേഴ്സൺസ് ലൈഫ് അല്ലേ. അവിടുത്തെ എന്താണ് ആ ഒരു വേൾഡിൽ എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സക്സസും വിജയവും കാണുന്നത് അവിടെ അവരുടെ വ്യക്തിപരമായിട്ടല്ല, മറ്റുള്ളവരാണ് നിശ്ചയിക്കുന്നത്. ബട്ട് ഹിയർ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ എന്താണ്, നമ്മുടെ ഫ്യൂച്ചറിൽ എന്താണ് അവർ സക്സസ് ഓർ അവർ ഫെയിലിയർ കമ്മിറ്റഡ് വിത്ത് കമ്മിറ്റഡ് അറൗണ്ട് അവർ ലൈഫ്. നമ്മുടെ ലൈഫുമായിട്ട് നമ്മളുമായിട്ട് കമ്മിറ്റഡ് ആണ്. നമ്മൾ ഒരൊറ്റൊരു വ്യക്തിക്ക് മാത്രമേ എന്താണ് ഫ്യൂച്ചർ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ലോസിങ് മൈ ഫ്യൂച്ചർ ഈസ് നോട്ട് ലൈക്ക് ലോസിങ് ആൻ എലക്ഷൻ. അത് ഒരു എലക്ഷനിൽ തോൽക്കുന്നത് പോലെയല്ല എൻ്റെ എന്താണ് ഫ്യൂച്ചറിൽ ഞാൻ തോൽക്കുന്നത്. എ ഫ്യൂ പോയിൻറ്റ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചില പോയിൻറ്റ്സുകൾ, ചില ഐറ്റംസ്, അതുപോലെ ഒന്നുമല്ല എൻ്റെ ഫ്യൂച്ചർ. ഫ്യൂച്ചർ ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ്. ഫ്യൂച്ചർ ഈസ് എ വെരി ഡെഡിക്കേറ്റീവ് വൺ. ഫ്യൂച്ചർ ഈസ് വെരി ഫൈറ്റിംഗ് വൺ. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ഐഡിയ ഓഫ് തോട്ട്. Then I am here to speak for all generation to come. I am here to speak on behalf of the starving children around the world whose cries go unheard. So then she said that what was the speak about? What is the speak about? അവരുടെ സ്പീച്ചിൻ്റെ പ്രാധാന്യം എന്താണ്? The speech I am here to speak. ഞാനിവിടെ സംസാരിക്കുന്നത്, നമ്മൾ പറയില്ലേ സ്പീച്ചിലൊക്കെ, ഞാനിവിടെ സംസാരിക്കുന്നത് എന്നയാൾക്ക് വേണ്ടിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ. അതുപോലെ തന്നെയാണ് സാബിൾ സുസുക്കി പറയുന്നത്. ഐ എം ഹിയർ ടു സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് സ്റ്റാർവിങ്. ഐ എം ഹിയർ ടു സ്പീക്ക് ഫോർ ഓൾ ജനറേഷൻ ടു കം. എന്നാണ് വരാൻ പോകുന്ന ജനറേഷന് വേണ്ടിയായിട്ട് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ കഴിഞ്ഞു പോയതിനെ കുറിച്ചല്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ, നോട്ട് ഇൻ പാസ്റ്റ്. എന്താണ് പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലേ, നമ്മൾ കേട്ടില്ലേ, പാസ്റ്റ് കഴിഞ്ഞു പോയത്, അതിനെക്കുറിച്ചല്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ, കമ്മിങ് ജനറേഷൻ, കമ്മിങ് പീപ്പിൾ, സ്റ്റുഡൻറ്റ് പീപ്പിൾ, എന്താണ് ചൈൽഡ്, ബേബീസ്, അവരെക്കുറിച്ചൊക്കെയാണ് എൻ്റെ സംസാരം. I am here to speak behalf of the starving children, and also she talk about the poverty situation in that countries. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഇന്ത്യയിൽ പോവേർട്ടി ഉണ്ട് അല്ലേ. ഇന്ത്യയിൽ ഒരുപാട് ഉൾപ്രദേശം, നോർത്തേൺ ഇന്ത്യൻസിലൊക്കെ നോർത്ത് ഏരിയൻസിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോവേർട്ടി അനുഭവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾക്കൊരു പക്ഷേ അത് വാച്ച് ചെയ്യാൻ നമ്മളെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇല്ല, നമ്മളെ ചുറ്റുപാടുകളിൽ കുറവാണ്. പക്ഷെ അങ്ങനെയല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ കമ്പിളിപ്പുതപ്പൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ നോർത്ത് ഇന്ത്യൻസ്. അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വെറും കർഷകരാണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ഇല്ലിറ്ററേറ്റ് ആണ്. അവിടുത്തെ വിമൻസൊക്കെ എന്താണ് കംപ്ലീറ്റ്ലി ഇല്ലിറ്ററേറ്റ് ആണ്, അവർക്കൊന്നും ഒരു വോയിസ് ഇല്ല. അപ്പോൾ എന്താണ് അവിടെ പത്രങ്ങളിലൊക്കെ കാണാറില്ലേ, എന്താണ് കാരണം ഒരുപാട് ഈ മരണത്തിൽ മീൻസ് എന്താണ് കൊലപാതകങ്ങളും ഈ പ്രേമിച്ചിട്ടുണ്ട് അവരെന്താണ് വളരെ ക്രൂവലിയായിട്ട് അവരെ കൊല്ലുന്നതൊക്കെ, അങ്ങനെയുള്ള കുറേ കാസ്റ്റ് വ്യത്യാസമായിട്ടില്ല, അതൊക്കെ കാണുന്നത് ഈ നോർത്ത് ഇന്ത്യൻസിലാണ്. അവിടെയാണ് ഈ എന്താണ് പോവേർട്ടിയൊക്കെ കൂടുതലായിട്ട് ബാധിക്കുന്ന കുറച്ച് ഏരിയാസ്. സോ അതുകൊണ്ട് എന്താണ് ദെൻ ഷീ ടോക്ക് അബൌട്ട് ഐ എം ഹിയർ ടു സ്പീക്ക് അബൌട്ട് ഐ എം ഹിയർ ടു ടോക്ക് അബൌട്ട് ഓൺ ദ ബിഹാഫ് ഓഫ് സ്റ്റാർവിങ് ചിൽഡ്രൻ അറൗണ്ട് ദ വേൾഡ് ഹൂസ് ക്രൈസ് ഗോ അൺഹേർഡ്. സ്റ്റാർവിങ് മീൻസ് എന്താണ് അട്ടർ പോവേർട്ടിയാണ്. സ്റ്റാർവിങ്ങിൻ്റെ മീൻസ് സ്റ്റാർവിങ് മീൻസ് അട്ടർ പോവേർട്ടി മീൻസ് എന്താണ് മുഴുപട്ടിണി എന്ന് വേണേൽ പറയാം, അതാണ് സ്റ്റാർവിങ്. സോ ലോകത്തുള്ള മുഴുപട്ടിണിയായ കുട്ടികളുടെ കരച്ചിൽ അൺഹേർഡായി പോവുകയാണ്. അൺഹേർഡ് മീൻസ് നോട്ട് ഹിയറിങ്, നമ്മൾ കേൾക്കുന്നില്ല, നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല. നിങ്ങൾ ആ ഒരു ലോകപ്രശസ്തമായൊരു ചിത്രം ഫോട്ടോഗ്രാഫി ഇല്ലേ, എന്താണ് കഴുകൻ എന്താണ് ഒരു കുട്ടിയെ കൊത്തി കൊണ്ടുപോകുന്ന മരിച്ചൊരു, അപ്പോൾ മീൻസ് എന്താണുള്ള ജീവനുണ്ട്, പക്ഷെ അതിനെന്താണ് വളരെ പട്ടിണിയായിട്ട് ഒരു രൂപത്തിലൊക്കെ ഒരു ചിത്രമില്ലേ, എന്നിട്ട് ആ ഫോട്ടോഗ്രാഫി എടുത്ത ആളെ തൂക്കിലേറ്റിയുള്ളത്.
ഓർമ്മയില്ലേ? കാരണം എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിന് വളരെ മുറിവേൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് അയാളെടുക്കും. അയാളുടെ പ്രൊഫഷന് വേണ്ടിയിട്ടാണ് നോക്കിയത്. ആ കുട്ടിയെ രക്ഷിക്കാനായില്ല എന്നുള്ള ഒരു മെസ്സേജ് ഇല്ലാത്തത് കൊണ്ട് അയാൾ സ്വന്തം മരിച്ചതുമല്ലേ, തൂക്കിലേറ്റിയതല്ല, സ്വയം മരിച്ചതങ്ങാണ്ടെന്ന് തോന്നുന്നു. അതുപോലെ എന്താണ്, ഒരുപാട് പട്ടിണികൾ, ലോകത്ത് ഒരുപാട് പട്ടിണി അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. സോ എന്താണ്, അങ്ങനെ ഒരുപാട് പട്ടിണി അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. സോ ഐ എം ഹിയർ ടു സ്പീക്ക് ഫോർ ദ കൗണ്ട്ലെസ് ആനിമൽസ് ഡൈയിങ് അക്രോസ് ദിസ് പ്ലാനറ്റ് ബിക്കോസ് ദേ ഹാവ് നൗ ഹിയർ ലെഫ്റ്റ് ടു ഗോ. ദെൻ ഷീ ടോക്ക് അബൌട്ട് ദ കൗണ്ട്ലെസ് ആനിമൽ. എണ്ണപ്പെടാത്ത കുറേ മൃഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. എന്താണ് നമ്മുടെ ദിനോസറൊക്കെ ഇല്ലേ, ദിനോസറൊക്കെ ഇപ്പോൾ എന്താണ്, ഓർമ്മകൾ മാത്രമാണ്. അങ്ങനെയുള്ള കുറേ ജീവികൾക്ക് വേണ്ടിയിട്ടുമാണ് എൻ്റെ വോയിസ്. അതൊക്കെയാണ് എൻ്റെ വോയിസ്. ആ വോയിസിൻ്റെ പ്രാധാന്യം, ആ ഒരു വോയിസിനെ കുറിച്ച് മീൻസ് അവരുടെ ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, അതാണ് ആ ഒരു വോയിസ് മീൻസ്. എന്തിനെക്കുറിച്ചൊക്കെ നമ്മൾ ഊന്നൽ കൊടുക്കുന്നു, എന്തൊക്കെ നമ്മൾ സംസാരിക്കുന്നു, അതാണ് ഈ ഒരു സ്പീച്ച് പറയുന്നത്. സോ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക.